നമ്മൾ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇൻഷുറൻസ് എങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമുക്കൊരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP ചോദിക്കും. അപ്പോൾ OTP ചോദിക്കുമ്പോൾ നിങ്ങൾ കയറിയിട്ടുള്ള ആപ്പിൽ തന്നെ നിങ്ങൾ എഴുതിയിടണം OTP പ്ലീസ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതിയിട്ട് സെൻഡ് ചെയ്താൽ മതി. OTP പ്ലീസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിങ്ങളുടെ ആപ്പിൽ OTP വരും. ആ OTP നിങ്ങൾ എടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് OTP വരുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ ആപ്പിൽ തന്നെ OTP പ്ലീസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP അതിൽ സെൻഡായി വരും. വരുന്ന ആ OTPയെ നിങ്ങളിതവിടെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പോർട്ടൽ ഓപ്പണായി വരിക. അപ്പോൾ ഈ പോർട്ടൽ ഓപ്പണായി വരുമ്പോൾ ഇതാണ്ടോ ഹെൽത്തിൻ്റെ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇവിടെ ആൾറെഡി ഹെൽത്തിൻ്റെ മുകളിലുണ്ട്, ലൈഫിൻ്റെ ചെയ്യാനുണ്ട്, കാറിൻ്റെ ചെയ്യാനുണ്ട്, ബൈക്കിൻ്റെ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഇവിടെ ഈ മുകളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ളത് ഹെൽത്തും കാറും ബൈക്കുമാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തിൻ്റെ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഹെൽത്തിൻ്റെ ചെയ്യണമെങ്കിൽ ഇത് ബേസ് പ്ലാനാണ്. ഇപ്പോൾ സാധാരണ ബേസ് പ്ലാനാണ്, സൂപ്പർ ടോപ്പ് അപ്പ് ഒന്നുമല്ല. ബേസ് പ്ലാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നെയിം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം അനിൽ, ഒരു ഉദാഹരണമാണ് കൊടുക്കുന്നത്. അനിൽ കെ കൊടുത്തു. വയസ്സ് കൊടുക്കുന്നു. അനിൽ കെയുടെ വയസ്സ് കൊടുക്കുന്നു. ജെൻഡറാണോ മെയിലാണോ എന്ന് കൊടുക്കുന്നു. മെയിലാണ്. അത് കഴിഞ്ഞിട്ട് ഫാമിലിയുടെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെൽഫ് ഒരാളിൻ്റെത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിൻകോഡ് കൊടുക്കണം. പിൻകോഡ് കറക്റ്റായിട്ട് കൊടുക്കണം. ഞാനൊരു ഉദാഹരണത്തിനൊരു പിൻകോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സമ്മിൻഷോർഡ് എന്ന് പറഞ്ഞാൽ കവറേജ് അത് എത്രയ്ക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിവിടെ 5 ലാഖിന് വേണമെങ്കിൽ കൊടുക്കാം, 1 ലാഖിന് കൊടുക്കാം, 2 ലാഖിന് കൊടുക്കാം. എത്ര വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ലാഖിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിലേക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി പ്രീ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല എന്ന് കൊടുക്കുന്നു. ഇവിടെ ഗെറ്റ് കോട്ടയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഏജ് ചോദിക്കും. നമ്മൾ നേരത്തെ ഏജ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഏജ് ഫൈനൽ ചോദിക്കും. ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു 35 വയസ്സ് കൊടുക്കാം. ഒരു 35 വയസ്സ് സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് എത്ര കമ്പനികൾ ഇൻഷുറൻസ് കൊടുക്കും എന്ന് ഇവിടെ കാണിക്കും. ഓരോ കമ്പനിക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണം സ്റ്റാർ ഹെൽത്തിന് 5,912 രൂപയാണ്. 4,772 രൂപ റിലയൻസിനുണ്ട്. അതുപോലെ മണിപ്പാൽ സിഗ്നയ്ക്കുണ്ട് 21,000 രൂപയുണ്ട്. അത് കൂടുതലാണ്. യൂണിവേഴ്സൽ ഷോംബോനുണ്ട് 6,000 സംതിങ്. ഇങ്ങനെ എല്ലാ കമ്പനികളുടെയും മാക്സിമം ഉള്ള എല്ലാ കമ്പനികളുടെയും കാണിക്കും. അപ്പോൾ കസ്റ്റമർ സ്വാഭാവികമായിട്ട് പറയും ഇതിലേതെങ്കിലും റേറ്റ് കുറഞ്ഞത് എടുക്കാൻ പറയും. റേറ്റ് കുറഞ്ഞത് എടുക്കുമ്പം നിങ്ങൾ അങ്ങനെ എടുക്കുമ്പം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം നല്ല കമ്പനിയും അത്യാവശ്യം നല്ല സർവീസൊക്കെ ഉള്ള കമ്പനി സെലക്ട് ചെയ്യണം. സ്റ്റാർ ഹെൽത്തൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. റോയൽ സുന്ദരം വലിയ കുഴപ്പമില്ല. ആദിത്യ ബിർള കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇതിലും ഉണ്ടാവും. അതിൽ ഏതെങ്കിലും നല്ല കമ്പനി, മണിപ്പാൽ സിഗ്ന നല്ല കമ്പനിയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും നല്ല കമ്പനിയുടെ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതെടുക്കുമ്പം ഈ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമല്ലോ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി ഓരോ പോളിസിക്കും ഓരോ രീതിയിലുള്ള സ്കോറാണ്. സ്കോർ മീൻസ് അതിൽ വരുന്ന ഒരു സ്കോർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം പേയ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ എത്ര സ്കോർ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ഈ ഓരോ പ്രീമിയത്തിലും, ഓരോ കമ്പനിയുടെ പ്രീമിയത്തിലും അതിനിവിടെ ഏറ്റവും ടോപ്പിലൂടെ ഉണ്ടാവും വ്യൂ സ്കോർ ചാർട്ട്. വ്യൂ സ്കോർ ചാർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ടോപ്പിലുണ്ടാവും വ്യൂ സ്കോർ ചാർട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പനിയും എത്ര സ്കോറാണ് ആ ഇൻഷുറൻസിന് ഇട്ടയ്ക്കുന്നതെന്ന് കാണിക്കും. ഉദാഹരണം മണിപ്പാൽ സിഗ്ന 6362 സ്കോറാണ് കിടക്കുന്നത്. പിന്നെ സ്റ്റാർ ഹെൽത്തിന് 6168 സ്കോറാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സ്കോർ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയുടെ നല്ല സ്കോറിലുള്ളതിന് വേണം ചെയ്തു കൊടുക്കാൻ. ഇപ്പം ഉദാഹരണം ഒരു 100 സ്കോർ എന്ന് പറയുന്നത് 55 രൂപയാണ്. 100 സ്കോർ 55 രൂപ. അപ്പോൾ 150 സ്കോർ എന്ന് പറയുന്നത് 82.5 രൂപയാണ്. അതായത് 200 സ്കോർ എന്നൊക്കെ പറയുന്നത് 110 രൂപയാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ വലിയ 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 സ്കോറുകളാണ് കിടക്കുന്നത്. മണിപ്പാൽ സിഗ്നയ്ക്ക് കിടക്കുന്ന 3419 സ്കോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആ രീതിയിലാണ്. എങ്ങനെയാണ് സ്കോറിനെ പേയ്മെൻറ്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അങ്ങനെയുള്ള ചാർട്ടുണ്ട്, അത് ഞങ്ങൾ തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് 100 സ്കോർ എന്ന് പറയുന്നത് 100 ഇതിൽ കാണിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 55 രൂപയാണ്. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് സ്കോർ. അപ്പം നല്ല സ്കോറിലുള്ള പോളിസി വേണം എടുത്തു കൊടുക്കാൻ, എന്നാലല്ലേ നമുക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. ഏതെങ്കിലും ഏറ്റവും കുറഞ്ഞ സ്കോറിലുള്ള ഒരു പോളിസി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷനും കുറവായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ല, വലിയ ഹൈയോ അല്ല എന്നാൽ ലോയും അല്ലാത്ത രീതിയിലുള്ള സ്കോറിലുള്ള ഏതെങ്കിലും കമ്പനിയുടെ അത് വേണം എടുത്തു കൊടുക്കാൻ സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. പേര് കാണിക്കും, ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യണം, മെയിൽ ID ഫില്ല് ചെയ്യണം, അഡ്രസ്സ് ഫില്ല് ചെയ്യണം, ഏരിയ കൊടുക്കണം. എന്നിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. പേയ്മെൻറ്റ് ചോദിക്കും, അതൊന്നും കൂടി കൺഫേം ചെയ്യും. കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പേയ്മെൻറ്റ് മെത്തേഡിൽ വരുമ്പോൾ GPay, ഫോൺപേ, Paytm, പിന്നെ ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എല്ലാം അവിടെ ഉണ്ടാവും. QR കോഡ് എല്ലാം ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ IDയിലേക്ക് ആ പോളിസി വരും. അല്ല അത് പോയിട്ട് നിങ്ങൾക്ക് ഇതുവഴിയും ഏറ്റവും ലാസ്റ്റ് പേജിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറയുന്നത് കാണിക്കുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷനും അവിടെ ഉണ്ടാവും. അങ്ങനെ പോളിസി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതാണ് അപ്പോൾ ഹെൽത്ത് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത് ഇത് വേറൊന്ന് കാണിച്ചു തരാം. ഇപ്പം കാറും ബൈക്കും ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇതിൽ അലോട്ട് ചെയ്തിട്ടുള്ള ഹെൽത്തും കാറും ബൈക്കുമാണ്. അപ്പോൾ കാറ് എങ്ങനെ ചെയ്യാം? കാറിൽ ക്ലിക്ക് ചെയ്യുക. കാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. റിന്യൂവലാണോ ചെയ്യേണ്ടത്, പോളിസി എക്സ്പയർഡ് ആണോ, അതോ പുതിയ വണ്ടിക്കാണോ ചെയ്യേണ്ടതെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ പോളിസി എക്സ്പയർഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൽ വേണം ക്ലിക്ക് ചെയ്യാൻ, അത് സെലക്ട് ചെയ്യണം. ഇതുപോലെ അത് സെലക്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ റിന്യൂവൽ ആണെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. റിന്യൂവൽ സെലക്ട് ചെയ്തു. ഒരു കാറിൻ്റെ ഒരു ഉദാഹരണം, ഒരു കാറിൻ്റെത് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കാറിൻ്റെ ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഒരു ഉദാഹരണത്തിനൊരു നമ്പർ കൊടുത്തു, ഒരു കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു.
കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും ഇതാ കാറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ വരും. പിന്നെ RTO വരും, പെട്രോളാണോ ഡീസലാണോ എല്ലാം വരും അവിടെ. എന്നിട്ട് 90 ദിവസത്തിന് മുമ്പ് മുകളിൽ ഈ പോളിസി എക്സ്പയർഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഗെറ്റ് കോട്ട നമുക്ക് കോട്ട എത്ര രൂപയാവുമെന്ന് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ട് നോക്കാൻ വേണ്ടി, മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്, കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് പോളിസി എക്സ്പയർഡ് ആയിട്ടുള്ള ഡേറ്റ്, പോളിസി എക്സ്പയർ ആയിട്ടുള്ള ഡേറ്റ് അത് കൊടുക്കുക. ഞാനൊരു ഡേറ്റ് കൊടുക്കുന്നു നിങ്ങൾക്ക് കാണിക്കുന്നതിലേക്ക് വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാറ്, ഇതിപ്പോൾ നമ്മൾ കാറാണ് നോക്കിയത്, കാറ് നോക്കും പോലെ തന്നെയാണ് ബൈക്ക് നോക്കുന്നത്. ഈ കാറിന് ഏതൊക്കെ കമ്പനികളാണ് ഇൻഷുറൻസ് തരിക എന്ന് ഇവിടെ കാണിച്ചു തരും. ഈ പേജ് വരുമ്പോഴത്തേക്കും തന്നെ ഈ പേജിൽ ഇങ്ങനെ കാണിക്കുമ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സ്കോർ ചാർട്ടുണ്ട്. ഇവിടെ ഇത് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഏത് ഇൻഷുറൻസ് വേണം എന്ന് കാണിക്കുന്നുണ്ട്. കോംപ്രഹെൻസീവ് ഉണ്ട്, അതോടൊപ്പം തേർഡ് പാർട്ടിയും ഉണ്ട്. അപ്പോൾ ഏത് വേണം? ഇതിപ്പോൾ ഫുൾ കവറേജിൻ്റെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കവറേജിൻ്റെ പ്രീമിയം വരും. സ്വാഭാവികമായിട്ടും എപ്പോഴും തേർഡ് പാർട്ടി പ്രീമിയം കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്, മറ്റേ പ്രീമിയം ആയിരിക്കും കൂടി നിൽക്കുക. അപ്പോൾ തേർഡ് പാർട്ടി വേണോ ഏത് വേണോ എന്നതാ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള പ്രീമിയം ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഫുൾ കവറേജിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ആണെങ്കിൽ ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഓരോ കമ്പനിയും ഓരോ റേറ്റിലാണ് തരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വിധം കുഴപ്പമില്ല, നമുക്ക് കമ്മീഷൻ കിട്ടണമല്ലോ. നമുക്ക് അത്യാവശ്യം കമ്മീഷൻ കിട്ടുന്ന കമ്പനിയെ നോക്കുന്നതിലേക്ക് വേണ്ടി നേരത്തെ ഞാൻ കാണിച്ചതുപോലെ പറഞ്ഞു തന്നതുപോലെയാണ് ഇവിടെ സ്കോർ ചാർട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക. ഇപ്പോൾ കണ്ടോ ഡിജിറ്റിന് 1048 സ്കോറാണ് കിടക്കുന്നത്. 1048 സ്കോർ. HDFCക്ക് 695 സ്കോർ, ബജാജ് അലയൻസിന് 629 സ്കോറ്, ലിബർട്ടിക്ക് ടോക്കിയോയ്ക്ക് 439 സ്കോറ്. അപ്പോൾ വലിയ റേറ്റ്, വലിയ കമ്മീഷനും അല്ല ചെറിയ കമ്മീഷനും അല്ല. അപ്പോൾ മീഡിയം രീതിയിലുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ യുണൈറ്റഡ് 4499 രൂപ യുണൈറ്റഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡ്, അതുപോലെ തന്നെ ടോക്കിയോ 5198 രൂപ. അപ്പോൾ ഈ ടോക്കിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 439 നമുക്ക് സ്കോർ പോയിന്റ് ഉണ്ട്. 439 സ്കോർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമുക്ക് 439 ഒക്കെ ആവുമ്പോൾ ഏതാണ്ട് 250 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ അതാണ് നമ്മുടെ സ്കോർ പോയിന്റ് വരുന്നത്. അതായത് 100 സ്കോറിന് 55 രൂപ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു സ്കോറിന് എത്ര രൂപ, അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ അത്യാവശ്യം സ്കോർ ഉള്ളത് വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കാൻ, പോളിസി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി. ഏറ്റവും പിന്നെ കസ്റ്റമർ പറയുന്നു ഏറ്റവും റേറ്റ് കുറഞ്ഞത് വരട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും റേറ്റ് കുറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷനും കുറവാണ്. അത്യാവശ്യം കമ്മീഷനുള്ള പോളിസി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് കമ്മീഷനും കിട്ടും. അതാണ് ഇതിൻ്റെ രീതി കേട്ടോ. അപ്പോൾ അത് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക, ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഏതാണോ പോളിസി ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വരും. അതോടൊപ്പം നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് മെയിൽ ID കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, പാൻ കാർഡ് കൊടുക്കണം, ആധാർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് നോക്കുക, സ്റ്റേറ്റ് ഒക്കെ ഫില്ല് ചെയ്യുക, പിൻകോഡ് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ അടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് എന്താ ചോദിക്കുകയെന്ന് അവിടെ RC ബുക്കിൻ്റെ കോപ്പി ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ RC ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് ഫോണിൽ വച്ചേക്കണം, RC ബുക്കിൻ്റെ കോപ്പി. അതോടൊപ്പം ലോഡ് ചെയ്യാൻ പറയും. പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് ലോഡ് ചെയ്യാൻ പറയും.
ആധാർ ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് 2 ഓപ്ഷൻ അവിടെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആധാർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആധാർ ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ആധാർ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആധാറിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം. ചില ആധാറിൽ വർഷം മാത്രമേ എഴുതിയിരിക്കുള്ളൂ, ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ള് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പാൻ കാർഡ് സെലക്ട് ചെയ്തിട്ട് പാൻ കാർഡ് വേണം സെൻഡ് ചെയ്ത് കൊടുക്കാൻ, ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ സെലക്ട് ചെയ്തിട്ട് അത് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ RC ബുക്കിൻ്റെ കോപ്പി അതും അവിടെ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് വരും. പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് QR കോഡോ GPayയോ പിന്നെ ബാങ്ക് പിന്നെ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോളിസി ഇഷ്യൂ ആവും. സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പോളിസി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതോടൊപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ID നിങ്ങൾക്ക് പോളിസി ഡൗൺലോഡായി വരും. അപ്പോൾ അവിടെ നിന്നും എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മെയിൽ ID നിന്നും എടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പോളിസി ഇഷ്യൂ ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.